ഹലോ എവരിവൺ, ദിസ് ഈസ് അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എംഐയുടെ ഒരു ഹോം സെക്യൂരിറ്റി ക്യാമറയാണ്. നിങ്ങളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ നല്ലൊരു സെക്യൂരിറ്റി ക്യാമറ നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കിടിലൻ ഒരു സെക്യൂരിറ്റി ക്യാമറയാണ് എംഐയുടെ ഹോം സെക്യൂരിറ്റി 360 എന്ന് പറയുന്ന മോഡൽ. ഇതിൽ ധാരാളം ഫീച്ചേഴ്സ് ഉള്ള ഒരു സെക്യൂരിറ്റി ക്യാമറയാണിത്. ഇതൊരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ക്യാമറ. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെന്നെങ്കിൽ ഇത് മൂവ് ചെയ്യാം. നാളെ നിങ്ങൾ ഓഫീസിലേക്കും വീട്ടിലേക്കും മാറി മാറി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചറാണ്. ദെൻ ഇതിനോടൊപ്പം ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു യൂസർ മാനുവൽ ആണ്. ദെൻ നമുക്ക് ഒരു USB കേബിളും ഒരു അഡാപ്റ്ററും അതുപോലെ ഒരു മൗണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു മെയിൻ യൂണിറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എലഗൻറ്റ് ഡിസൈനായിട്ടുള്ള ഒരു ക്യാമറയാണ് എംഐയുടെ ഹോം സെക്യൂരിറ്റി 360 എന്ന് പറയുന്ന മോഡൽ. ഇത് വൈറ്റ് കളറിൽ മാത്രമാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ക്യാമറയിൽ 64 GB വരെയുള്ള മെമ്മറി കാർഡ് ഇട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്പീക്കറുമുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ക്യാമറയാണ്. ഇത് നമുക്ക് പെയർ ചെയ്യാനായിട്ട് നമ്മളുടെ ഇതിൻ്റെ എംഐയുടെ ഒരു MI ഹോം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ക്യാമറയായിട്ട് പെയർ ചെയ്യാം. അങ്ങനെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും ഇരുന്ന് കൺട്രോൾ ചെയ്യാം. റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാം. ഇൻ്റർനെറ്റ് മാത്രം മതി എന്നൊരു ഫീച്ചറാണ് ഇതിനുള്ളത്. ഇത് പെയറിംഗ് പ്രോസസ്സ് എല്ലാം വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ MI ഹോം ആപ്ലിക്കേഷനുമായിട്ട് പെയർ ചെയ്യാം. പെയർ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ വൈഫൈയുടെ ക്രെഡൻഷ്യൽസ് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ വൈഫൈ ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിയുമ്പോൾ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യും. ആ QR കോഡ് നിങ്ങളുടെ ക്യാമറയ്ക്ക് നേരെ കാണിക്കുമ്പോൾ ഇതിൻ്റെ പെയറിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അങ്ങനെ വൺസ് നിങ്ങൾക്ക് ഇത് പെയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമറയിലുള്ള ഫുൾ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ ഈ ക്യാമറ 360 ഡിഗ്രിയിൽ ഏതാണ്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ലൈവായിട്ട് റിമോട്ട് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാം. നിങ്ങളുടെ ഫോൺ റിമോട്ടാക്കി നിന്നുകൊണ്ട് നിങ്ങളുടെ ഈ ക്യാമറയെ നിങ്ങൾക്ക് 360 ഡിഗ്രി ഇത് ചെയ്യാം. ആ ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ധാരാളം ഫീച്ചേഴ്സാണ് ഈ ക്യാമറയിൽ ഉള്ളത്. ഈ ക്യാമറയിലുള്ള ഒരു ഫീച്ചറാണ് ടോക്ക് ബാക്ക് ഫീച്ചർ. അതായത് നിങ്ങൾ റിമോട്ടായിട്ട് എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ ക്യാമറയ്ക്കടുത്ത് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്യാമറയിൽ ഒരു സ്പീക്കറുണ്ട്. സോ അതുവഴി അയാൾക്ക് കേൾക്കാനും അതുപോലെ ഇതിനകത്ത് മൈക്കുണ്ട്. അപ്പോൾ തിരിച്ചു പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു ഇൻ്റർകോം പോലെ ഇത് വർക്ക് ചെയ്യും. ഹലോ ഇതുപോലെ നിങ്ങളുടെ വീടിൻ്റെ പല ഭാഗത്തോ അല്ലെങ്കിൽ ഓഫീസിൻ്റെ പലയിടത്തായിട്ടോ എത്ര ക്യാമറാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പ്ലേസ് ചെയ്ത് ഈ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്ത് അതെല്ലാം നിങ്ങൾക്ക് ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഫീച്ചറാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. അതായത് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ അന്നേരം തന്നെ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ഇത് വരും. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. കാരണം ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് ആ മൂവ്മെൻറ്റും വീഡിയോ മാത്രം നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഇത് അയച്ചു തരുന്നു. നൈറ്റ് വിഷൻ സപ്പോർട്ടും ഇന്റർകോം ഫെസിലിറ്റി, ഫുൾ HD റെസൊല്യൂഷൻ, അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഉള്ള ഈ ക്യാമറയുടെ വില എന്ന് പറയുന്നത് 2699 രൂപയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു ക്യാമറ തന്നെയാണ് ഈ MIയുടെ ഹോം സെക്യൂരിറ്റി 360 എന്ന് പറയുന്നത്. ഈ ക്യാമറയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോ ആയിട്ട് കാണുന്നവരെ അനീഷ് സൈനിങ് ഓഫ്.